2 മണിക്കൂർ ഓഫീസ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് 12 മണിക്കൂറാണ് നമ്മൾ ട്രാവൽ ചെയ്തത്. ഓ, ഞാനാകെ ടയേർഡായിരിക്കുക. എനിക്കും തന്നെയാ മാഡം. ശരി, നീ വന്ന് ഇരിക്കുക. ഇല്ല, സാറില്ല മാഡം. മാഡം, അല്ലെങ്കിലേ സമയമായി. നമുക്ക് പെട്ടെന്ന് റെഡിയായിട്ട് ഓഫീസ് മീറ്റിങ്ങിന് പോകണ്ടേ? ഓ, അയ്യോ, നമുക്ക് എത്രയും പെട്ടെന്ന് റെഡിയായിട്ട് മീറ്റിങ്ങിന് പോയിട്ട് വന്നേക്കാം. അതിരിക്കട്ടെ, ഇവിടെ നീ റൂം ബുക്ക് ചെയ്തപ്പോൾ സെപ്പറേറ്റ് ബെഡ്റൂം ആയിട്ടല്ലേ ബുക്ക് ചെയ്തത്? അതെ മാഡം. നൈസ്. കിച്ചൺ വളരെ വലുതും നീറ്റും ആണല്ലോ. അതെ മാഡം. ശരി, സമയാവുന്നു. നമുക്ക് മീറ്റിങ്ങിന് പോയിട്ട് വന്നേക്കാം. ശരി, പോകാം. റെഡിയായോ? പോയാലോ? ഞാൻ റെഡിയാ മാഡം. പോ. ഇരിക്ക്. രണ്ട് മണിക്കൂർ മീറ്റിങ്ങിലൊന്നും വരാൻ പറഞ്ഞിട്ട് 4 മണിക്കൂർ ചെവിയിൽ ചോര മാത്രമേ വരാത്തുള്ളൂ. എനിക്ക് തീരെ വയ്യ മാഡം. പിന്നെ ഇത് ഹെഡ് ഓഫീസ് മീറ്റിംഗ് അല്ലേ? ഇത്ര നേരത്തെ കഴിഞ്ഞ തന്നെ വലിയ കാര്യ. പക്ഷേ മാഡം, മീറ്റിംഗിലെ നിങ്ങളുടെ സ്പീച്ച് അടിപൊളിയായിരുന്നു. നല്ല പോയിന്റൊക്കെ സംസാരിച്ച് മീറ്റിംഗ് ഒരു കലക്കി. നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടേ ബോസ് നിങ്ങളുടെ അടുത്ത് നിന്ന് കണ്ണെടുത്തിട്ടില്ല മാഡം. ശരി. നീ നമ്മുടെ ബസ് രാത്രിക്കല്ലേ ബുക്ക് ചെയ്തത്? അതെ മാഡം. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാൻ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ? ശരി മാഡം.
മാഡം, മാഡം, ഉം. ഉം. എന്താ? എനിക്ക് ഒരു ചെറിയ ഡൗട്ടുണ്ട്. ഉം. എന്ത് ഡൗട്ടാ, ചോദിച്ചോ. അത് നിങ്ങൾ ഇതുവരെ എന്തുകൊണ്ട് കല്യാണം കഴിക്കാത്തെ? ആ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ മൊത്തത്തിൽ 5 പെൺമക്കളാണ്. ഞങ്ങൾ കൊച്ചായിരിക്കുമ്പോൾ തന്നെ അച്ഛനും അമ്മയും മരിച്ചുപോയി. അവർ പോയതിനു ശേഷം അവരെ 4 പേരെയും നോക്കാനുള്ള ബാധ്യത ഞാൻ ഏറ്റെടുത്തു. അവരെ ഞാൻ ഒരു കുറവുമില്ലാണ്ട വളർത്തിയത്. അവരെ എല്ലാവരെയും നല്ലോണം പഠിപ്പിച്ച് എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടിയതിന് ശേഷം എല്ലാവർക്കും നല്ല ആലോചന നോക്കി ഞാൻ അവരെ കല്യാണം കഴിപ്പിച്ച് വിട്ടു. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും എനിക്ക് 40 വയസ്സ് കഴിഞ്ഞിരുന്നു. ഒരു പെണ്ണിനെ 40 വയസ്സിന് ശേഷം ആരാ കല്യാണം കഴിക്കാൻ തയ്യാറാവുക? എനിക്ക് ഓരോ ആലോചന വന്നപ്പോഴൊക്കെ അവരെല്ലാവരും എന്നെ വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കല്യാണത്തിനോടുള്ള ഇൻട്രസ്റ്റ് തന്നെ പോയി. മാഡം, ഉം. ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചോട്ടെ? നിനക്കെന്താ മനസ്സിലായില്ലേ? എനിക്ക് കല്യാണത്തോട് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് ഇപ്പോഴല്ലേ പറഞ്ഞേ? ഞാൻ നിങ്ങളെക്കാളും സ്റ്റേറ്റസിൽ കുറവായതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് സമ്മതിക്കാൻ താല്പര്യമില്ലല്ലേ? അതുകൊണ്ടൊന്നുമല്ല. നീ എന്നെക്കാളും 5 വയസ്സിന് ഇളയതായതുകൊണ്ടാ. അതുകൊണ്ട് എന്താ മാഡം? നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മാഡം. ഈ വയസ്സൊക്കെ ഇപ്പോഴൊന്നും ഒരു വലിയ കാര്യമല്ല. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാം മാഡം. പ്ലീസ് മാഡം. എന്നെക്കാളും പ്രായത്തിന് ചെറിയ ഒരാള് ഞാൻ കല്യാണം കഴിച്ചു എന്ന് വെച്ചാ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നമുക്ക് ചുറ്റുമുള്ള ആൾക്കാര് എന്ത് പറയുന്ന ആലോചിച്ചിരുന്നു. നിങ്ങൾ എന്നെ സംസാരിച്ചാൽ എങ്ങനെയാ മാഡം? നമ്മളെ ചുറ്റിയുള്ളവരെ കുറിച്ചൊക്കെ നമ്മൾ എന്തുകൊണ്ട് വിഷമിക്കണം? നമ്മൾ കഷ്ടത്തിലുള്ളപ്പോൾ നമ്മളെ ചുറ്റിയുള്ളവരൊക്കെ
എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? ഉം. അങ്ങനെയുള്ളപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പോകുമെന്ന് നമ്മൾ എന്തിനു വിഷമിക്കണം മാഡം? പ്ലീസ് മാഡം, ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് തന്നെ ഇത് ശരിയെന്ന് തോന്നും. ദയവേത് നമുക്ക് കല്യാണം കഴിക്കാം മാഡം. മാഡം, ദയവേത് ഓക്കെ പറയൂ മാഡം. പ്ലീസ് മാഡം. പ്ലീസ് മാഡം, പ്ലീസ് മാഡം, എനിക്ക് നിങ്ങളെ വേണം മാഡം. പ്ലീസ് മാഡം, പ്ലീസ് മാഡം, നമുക്ക് രണ്ടുപേരും കല്യാണം കഴിക്കാം മാഡം. പ്ലീസ് മാഡം.